പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ വിജയപ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത്. സ്വന്തം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്ന അവകാശവാദമാണ് മുന്നണികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. വൻ ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ ജയിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 3000-ലും 5000-ലും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് UDF-ന്റെ അവകാശവാദം. ചേലക്കര നിയോജകമണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി UR പ്രദീപ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ച കാര്യം അതുതന്നെയാണ്. അതിൽ ഉത്കണ്ഠയോ സംശയമോ ഇല്ല എന്ന കാര്യം ഞാൻ പൂർണ്ണമായിട്ടും പറയുകയാണ്. വയനാട് സംബന്ധിച്ച് വയനാട് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മെച്ചപ്പെടുത്താനാവും എന്ന് തന്നെയാണ് അവിടെയും കാണുന്നത്. പാലക്കാട് ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രം ജയിക്കും. ചേലക്കര നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ചെയ്ത വോട്ടിനേക്കാൾ 12,000-ലധികം വോട്ട് കൂടുതൽ ഈ അസംബ്ലി ഇലക്ഷനിൽ ചെയ്യും. ഞാൻ കരുതുന്നത് 3000-നും 5000-നും ഇടയിൽ. വലിയ അവകാശം അതൊന്നുമില്ല, ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് ചേലക്കരയിൽ നിന്ന്. അശ്വിൻ പാലാഴി, ഈ പോളിംഗിന് ശേഷമുള്ള കണക്കുകൂട്ടലുകൾ, അതിലാണ് മുന്നണികളുള്ളത്. ഇടതുകോട്ട ഇളക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമൊക്കെ UDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നത് കാണുന്നു. 3000-ൽ കുറയാത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന അവകാശവാദം UDF ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നു. എങ്ങനെയാണ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ, അവകാശവാദങ്ങൾ? രഞ്ജിത്തിൽ ഏറ്റവും ശ്രദ്ധേയം UDF-ന്റെ കണക്കുകൂട്ടലുകളും വിലയിരുത്തലുകളും ഒക്കെയാണ്. കാരണം UDF-ന് ചേലക്കര വിജയിച്ചേ മതിയാവൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം അവരുടെ രാഷ്ട്രീയ വിജയമെന്നൊക്കെ അവർ തന്നെ വിശ്വസിക്കുന്നത് ചേലക്കര മാത്രമാണ്. പാലക്കാടും വയനാടുമൊക്കെ സീറ്റ് നിലനിർത്താനുള്ള പോരാട്ടം നടക്കുമ്പോൾ ഇടതിൽ നിന്ന് ഈ സീറ്റ് പിടിച്ചെടുക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനുതകുന്ന പ്രവർത്തനങ്ങൾ തുടക്കം മുതലേ അവർ കാഴ്ചവെച്ചതുമാണ്. എന്തായാലും വോട്ട് പെട്ടിയിലായ ശേഷമുള്ള UDF-ന്റെ വിലയിരുത്തലുകൾ ഏകദേശം ഒരു 5000 മുതൽ 5000 വരെ വോട്ടുകളുടെ ഇടയിൽ നേടി വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF ക്യാമ്പ് വെക്കുന്നത്. അതിൽ അവർ കാണുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇടത് LDF-ന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും താഴെ തട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഗുണകരമായി. ഒപ്പം VD സതീശനും സുധാകരനും ദീപാദാസ് മുൻഷിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിലെത്തി തുടക്കം മുതൽ നടത്തിയ പ്രചരണം അത് ഗുണകരമാകും. ഒപ്പം ഈ സാധാരണ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ കാണുന്ന നേതാക്കൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കവും ഒന്നും ചേലക്കരയിൽ ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല എന്നുള്ളത് UDF-കാർ തന്നെ അതിശയത്തോടു കൂടി കാണുന്ന ഒരു കാര്യമായാണ് അവരുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. ഒപ്പം ഈ രമ്യ ഹരിദാസിനുള്ള വ്യക്തിപ്രഭാവത്തിലുള്ള വോട്ടുകൾ, അങ്ങനെ പല കാരണങ്ങൾ അവർ കാണുന്നുണ്ട്. ഒപ്പം ഈ കടുത്ത സർക്കാർ വിരുദ്ധ വികാരം, ഇടതുവിരുദ്ധ വികാരം അത് ആക്കാനായി എന്നുള്ള ഒരു കാര്യം കൂടി കാണുന്നുണ്ട്. ഒപ്പം LDF-ലേക്ക് വന്നാൽ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളായ പല മണ്ഡലങ്ങളിലും അടിയുറച്ച പാർട്ടി കോട്ടകളിലുമൊക്കെ അതേപോലെ തന്നെ ഉറച്ചു നിൽക്കാനായി എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനായില്ല, അത് UDF-ലേക്ക് പോയില്ല എന്നുള്ള കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. ഒപ്പം NDA അടിയൊഴുക്കുകൾ വിശ്വസിക്കുകയാണ്, അവർക്ക് ഒരു അട്ടിമറി വിജയം അല്ലെങ്കിൽ ഒരു നിർണായക ശക്തിയാകാനാകും എന്നുള്ള വിലയിരുത്തലുണ്ട്. NK സുധീറും DMK-യുടെ NK സുധീറും അതേ ഒരു പ്രതീക്ഷയാണ്. ചേലക്കരയിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, വിജയപ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത്.